തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി തേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്. സോ വീക്കെൻഡ് വ്ളോഗ് ആസ് യൂഷ്വൽ എടുക്കാനൊക്കെ വിചാരിക്കുന്നു. എവിടം വരെ എന്തൊക്കെ പോകുന്നൊന്നും എനിക്കൊന്നും അറിയില്ല. അപ്പം എന്തായാലും രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, രാവിലത്തെ ഫുൾ പരിപാടിയും കഴിഞ്ഞു. ഇപ്പം സമയം എനിക്ക് തോന്നുന്നത് ഒരു 8:45-9 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം കുറച്ച് ക്ലീനിങ്, കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാറ്റുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഡോർ ഇങ്ങനെ പടപടയാടേന്നാണ്. ഓക്കെ, അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു ഞാനത് കാണിച്ചു തരാം. അല്ലാതെ പ്രത്യേകിച്ച് ഞാനിപ്പം എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അത് ഞാൻ അതേപടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണ് എൻ്റെ പരിപാടികളിലേക്ക് കൂടെ പോകുന്നുള്ളൂ. കമോൺ. അവിടുന്ന് നേരെ പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, കാണിച്ചു തരാം. ഒരു കുന്നു തുണി നമുക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ദിവസമായി ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്നിപ്പം മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ നല്ല മനസ്സുകൊണ്ടൊന്നുമല്ല. ഇല്ലെങ്കിൽ ചിലപ്പം ഏട്ടൻ തന്നെ അടിച്ച് പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. ഈ തുണി എന്നെയും കൂടെ എടുത്തിട്ട് വേണം പുറത്തിടും. അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഏട്ടനൊരു പണി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് എടുത്ത് മടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഓരോരോ തുണിയായിട്ട് എടുത്തിട്ട് മടക്കാം. തുണി അലക്കിയിടുന്നതിലും എന്തോ ഒരു പണിയാണെന്നറിയോ തുണി മടക്കുന്നത്. എപ്പോഴും വിചാരിക്കട്ടെ, ഇത് പക്ഷെ ഒരു ട്രിപ്പ് ഇപ്പോൾ ജസ്റ്റ് അലക്കിയിട്ട ആ ഒരു ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് ഇങ്ങനെ കൂടി ഇത്രയും വരും. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി ഇട്ടിട്ട് ഒരു മാസത്തിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പം മടക്കുന്നത്. ഒരു 3-4 ട്രിപ്പ് നനച്ചിട്ടായിരിക്കും ചിലപ്പം മടക്കുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പാട് എന്തായാലും ഇന്നില്ല. ഇന്ന് ജസ്റ്റ് ഞാൻ ഇതിപ്പോൾ ഒരു ട്രിപ്പ് നനച്ചിട്ടത് അങ്ങോട്ട് എടുത്തിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പം അതിടണം. എന്നിട്ട് ഞാൻ ഓൾറെഡി നനച്ചിട്ടിട്ടുണ്ട്, അതിന് ഉണങ്ങാനിടണം. അപ്പം ഞാൻ വേഗം എൻ്റെ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് എന്തായാലും വരാം കേട്ടോ. ഈ കുപ്പി ഇപ്പോൾ ഏകദേശം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ കുപ്പി കൂടെ തീർത്താൽ എൻ്റെ 2 ലിറ്റർ വെള്ളമാവും കേട്ടോ. 9 മണി ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ 2 ലിറ്റർ വെള്ളം കുടിച്ച് തീർത്തിട്ടുണ്ട്. അല്ല, ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് തീർക്കുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പം രാവിലെ തൊട്ട് എണീക്കുമ്പം ഞാൻ ആക്ച്വലി ഇതിൻ്റെ 1/2 ലിറ്റർ വെച്ചിട്ട് ചെയ്ത് ഈ കുപ്പിയുടെ പകുതി വെച്ചിട്ടാണ് കുടിക്കാറ്. പക്ഷെ ഇന്നെന്നല്ല, കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഇപ്പോൾ കുടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം എത്തുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, പിന്നെ അടിയിൽ കുറച്ചുകൂടി അല്ലേ ഉള്ളെന്നോർത്തിട്ട് അതുകൂടെ കുടിച്ചിട്ട് രണ്ടാമത് ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് അത് കുടിക്കാൻ തുടങ്ങും. അപ്പം അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഇന്ന് ഞാൻ നമ്മുടെ ഇതിട്ടിട്ടാട്ടോ കുടിച്ചേ. എൻ്റെ പേരെന്താ, പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിച്ചത്. ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. അത് അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, ആ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ അതിൽ തന്നെ ഞാൻ ആ പാനിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പട്ട ഇട്ടിട്ടുള്ള വെള്ളം. അപ്പം ഞാൻ ജീരകം മാറ്റി കുറച്ച് ദിവസത്തേക്ക് ഇനി പട്ടയാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരേ സാധനം തന്നെ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കത്തില്ലേ. അപ്പോൾ ഇങ്ങനെ മാറ്റി പിടിക്കണം. അപ്പം അതുകൊണ്ട് അതിനിടയ്ക്ക് അതും കുടിക്കും. അപ്പം ഈ ബോട്ടിലിലെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ 2 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ അങ്ങനെ ലിറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോട്ടിലിലെ വെള്ളം വെച്ചിട്ടാട്ടോ. അത് കൂടാതെ ഞാൻ ഈ നമ്മുടെ ഇതിൻ്റെ പേരെന്താ, ഇത് തിളപ്പിച്ച് വെക്കുന്ന വെള്ളവും ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. കാരണം ഇപ്പം കുറച്ച് കൂടുതൽ ഞാനിപ്പോൾ തിളപ്പിച്ച് വെക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതും എടുത്ത് കുടിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് 2 ലിറ്റേഴ്സിനൊക്കെ മേലെ പോകും എന്തായാലും. പക്ഷെ നല്ല കേട്ടോ, വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് വിശക്കത്തില്ല. നമുക്ക് ഭയങ്കര എന്തൊക്കെയോ എന്തായാലും വെള്ളം കുടിക്കാം കേട്ടോ, നിറയെ വെള്ളം കുടിക്കണം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുപ്പി ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. കുപ്പി കാണുമ്പോൾ വെള്ളം എടുത്തിട്ട് അങ്ങ് കുടിക്കും. അതിപ്പോൾ ദാഹിച്ചിട്ടല്ല വെള്ളം കുടിക്കുന്നത്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വെള്ളം കുടിക്കണം എന്ന് നമുക്ക് തന്നെ തോന്നും വെള്ളം കുടിക്കാൻ. രണ്ട് കവളൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ തീരും കേട്ടോ. എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇനി ഇന്നത്തെ ദിവസം ഫുള്ള് കിടക്കുകയാണ്. അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഒരു 3 ലിറ്റേഴ്സ് എങ്കിലും കുടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ തുണി മടക്കി വെച്ചു. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും
മൂവീസ് സോറി പണിയില്ല എന്നല്ല കേട്ടോ, പണിയുണ്ട്, തുണി വിരിച്ചിടാനുണ്ട്. അപ്പം പിന്നെ അതുകൂടെ ഇട്ടിട്ട് പതുക്കെ ഏതെങ്കിലും മൂവിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. മൂവീസ് വല്ലതും വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം. എനിക്കറിയത്തില്ല വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നല്ല രീതിക്ക് കാറ്റാട്ടോ, ചിലപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം തുണി ഇട്ടിട്ട് കയറിപ്പോട്ടെ. തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പോൾ ഇവിടെ നമുക്ക് മഴയായിട്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മഴയാണ്, നിൽക്കുന്നതേ ഇല്ല. അപ്പോൾ ഭയങ്കര തണുപ്പ്, നല്ല രീതിക്ക് തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഫാനൊക്കെ ഞാൻ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടെടുക്കണം. ഞാനിപ്പം 2-3 റെഗുലേറ്റർ ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഏട്ടൻ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു, നമ്മളൊരു ചെറിയ കട്ടി കുറഞ്ഞിട്ടുള്ള ബ്ലാങ്കറ്റും നമുക്കുണ്ട്, കട്ടിയുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ വിൻ്റർ ആവുന്ന ടൈമിൽ മാത്രമേ, ആ ഒരു സമയത്ത് മാത്രമേ അത് എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നലെ തീരെ സഹി കിട്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് അത് എടുക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ആ ബ്ലാങ്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ നനച്ചിട്ടില്ല. വാങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല, പക്ഷെ എന്നാലും വാങ്ങിയിട്ട് നനച്ചിട്ടില്ല. അത് നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെ യൂസ് കഴിഞ്ഞിട്ട് നേരെ എടുത്തിട്ട് പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. ഏത് പെട്ടിക്കകത്താന്നുള്ളത് തപ്പണം. അപ്പം അതെടുത്തിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഇന്ന് വാഷ് ചെയ്തിട്ടാൽ നാളത്തേക്കെങ്കിലും ഉണങ്ങത്തുള്ളൂ, എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ തുണി എടുത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അതെടുത്തിട്ട് വാഷ് ചെയ്തിടാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം നമുക്ക് തപ്പം ആദ്യം ഏത് പെട്ടിയിലാന്നുള്ളത് തപ്പം. 2-3 പെട്ടി ഇരിപ്പുണ്ട്. ഏത് പെട്ടിയിലാന്നുള്ളത് എനിക്കും അറിയത്തില്ല. ഞാൻ പല പെട്ടിയിലും പലതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം, നോക്കിയിട്ട് അതെടുത്ത് നനയ്ക്കാം. നമ്മുടെ ഈ 3 പെട്ടികളും ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് പെട്ടി ഇരിപ്പുണ്ട് കേട്ടോ, പക്ഷെ അതിനകത്തില്ല. ഇതിൽ ആ ബ്ലൂവിൽ ഏതോ ഒരു ബ്ലൂവിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സോ എന്തായാലും ഞാനത് വേഗം ഒന്ന് തപ്പട്ടെ കേട്ടോ, തപ്പിയെടുക്കട്ടെ. കാരണം ഇപ്പം നനച്ചിട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും ഉച്ചയ്ക്ക് ഒരു തണുപ്പൊന്ന് മാറി കിട്ടുമ്പോൾ ഒന്ന് ഉണങ്ങുമോ എന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നോക്കിയിട്ട് എടുക്കാം. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കാമെന്ന് തുറന്ന് നോക്കട്ടെ. ഇതിന് തന്നെയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത്. യെസ്, ഇതിനകത്ത് തന്നെയാണ് ബ്ലാങ്കറ്റ് ഉള്ളത്. ഇതിനകത്ത് ഈ ബ്ലാങ്കറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ അതിന് സ്പേസ് ഇല്ല. അതെ, ഈ ബ്ലാങ്കറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെ ഒന്ന് എടുത്ത് സെറ്റാക്കി പുറത്ത് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഡൺ, മിഷൻ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ബ്ലാങ്കറ്റാണ്. ഇതിനെ എടുത്തിട്ട് ഇനി നനയ്ക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല മെഷീനകത്ത് കയറുമോ എന്നുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം, ഇത് മെഷീനകത്ത് കയറുമോ എന്നുള്ള കാര്യം ആദ്യം. കയറിയേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇത് നനയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം ഞാൻ എന്തായാലും പൊട്ടാറ്റോ ഇട്ട് നോക്കാം. കൊന്നാലും കയറില്ലെന്ന് പറഞ്ഞിട്ടാണ് ആ ബ്ലാങ്കറ്റ്. അത് കയറ്റാൻ ഒരു നിവൃത്തിയില്ല. അടിച്ചും വരെ കയറ്റാൻ നോക്കിയിട്ടോ, നടക്കുന്നില്ല. അപ്പം ഇനി എന്തായാലും അത് വാഷ് ചെയ്യാതെ എടുക്കാൻ പറ്റില്ല. കാരണം അത് കുറേ നാൾ വെച്ചതിൻ്റെ ആ ഒരു പൊടിയും സംഭവം ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അല്ലാതെ വേറൊരു ബ്ലാങ്കറ്റ് ഉണ്ട്. അപ്പം അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഷ് ചെയ്യാൻ പറ്റും അതിനകത്ത്. ഇത് പറ്റാത്ത സ്ഥിതിക്ക് ഇതിനെ എവിടെയെങ്കിലും കൊടുത്ത് വാഷ് ചെയ്യിപ്പിക്കണം. കാരണം അതല്ലെങ്കിൽ അല്ലാണ്ട് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നിറച്ച് എന്താണ്, നമുക്ക് കാഴ്ചയിലില്ലെങ്കിലും അതിൽ നല്ലോണം പൊടി ഉണ്ടാവും. അപ്പം എനിക്ക് എന്തായാലും പൊടി പറ്റില്ല. ഏട്ടനാണെങ്കിൽ അത് വേണ്ടിയിട്ട് പൊടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എന്തായാലും അത് വാഷ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഇപ്പം നോക്കട്ടെ. കൊടുക്കുവാണെങ്കിൽ, വാഷ് ചെയ്യുന്നിടത്ത് കൊടുക്കുവാണെങ്കിൽ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തവർ എനിക്ക് തോന്നുന്ന ഒരു 1 hourനുള്ളിൽ അവർ തരും. അപ്പം നമുക്ക് പിന്നെ ഉണക്കുന്ന ടെൻഷനും ഇല്ല. വർഷത്തിൽ ഒന്നല്ലേ വാഷ് ചെയ്യിക്കുന്നുള്ളൂ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സെർച്ച് ചെയ്യാണ്. എന്തായാലും ഇവിടെ നടക്കില്ല എന്നുള്ളത് ഞാൻ ആ പണി നിർത്തി.
അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പം ബ്ലാങ്കറ്റ് അങ്ങനെ വാഷ് ചെയ്യുന്നത് നമുക്ക് തൊട്ടടുത്തിട്ട് അങ്ങനെ സ്ഥലമൊന്നുമില്ല. അപ്പം അതെന്തായാലും ഇപ്പം നടക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടനെ കൊണ്ട് നോക്കിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരമാണ് ഇങ്ങനെ ഇരുന്നപ്പം അമ്മ വിളിച്ചു കേട്ടോ. അമ്മ സാധാരണ പകൽ വിളിക്കുമ്പോഴാണ് കുറച്ച് നേരം സംസാരിക്കുന്നത്. പിന്നെ അമ്മ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ അമ്മ വിളിക്കും കേട്ടോ. അപ്പം ഞാൻ വിളിക്കുവാണെങ്കിലും അമ്മ ഫ്രീ ആയിട്ട് വിളിക്കാമെന്ന് പറയും. അപ്പം ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കർക്കിടക മാസം രാമായണ വായനയൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. സോ അപ്പം അതുകൊണ്ട് കുറേ നേരം അമ്മയെ വിളിച്ചു. കുറേ നേരം ഫോണിലൊക്കെ കുത്തി ഇരുന്ന് ഇപ്പം എന്താ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. ചോറൊക്കെ ഒന്നും വെക്കണ്ടായിരുന്നു, കാരണം എല്ലാം ഓൾറെഡി ഇരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിലുണ്ട്. പക്ഷെ എടുത്തിട്ട് ചൂടാക്കണം കേട്ടോ. അപ്പം ഇന്നലെ ചോറ് വെച്ചത് ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ചോറും കറിയും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എക്സ്ട്രാ പ്രത്യേകിച്ച് കറിയൊന്നും വെച്ചിട്ടില്ല, കാരണം നാളെ സൺഡേ ആയതുകൊണ്ട് നാളത്തേക്ക് ചോറ് വെക്കേണ്ടതുകൊണ്ട് ഇനി ഇപ്പോൾ കറിയൊന്നും അല്ലാതെ ഒരു നേരത്തേക്ക് കറിയൊന്നും വെക്കുന്നില്ല, കാരണം വൈകിട്ട് എന്തായാലും ചപ്പാത്തിയാണ്. അപ്പം നമ്മൾ എന്തായാലും ചോറൊക്കെ എടുത്ത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിതൊക്കെ പാത്രത്തിലേക്കാക്കി ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. ചോറ് ചൂടാക്കാൻ എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു മുട്ട ഉണ്ടാക്കാമെന്ന്. മുട്ട ഇരിപ്പുണ്ട്, അപ്പോൾ ഒരു മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും ചോറിനല്ലേ, ഇപ്പോൾ ഒരു മുട്ട ഇരിക്കട്ടെ. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ മുട്ട ഉണ്ടാക്കാനായിട്ടൊന്നും പോയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ചിക്കി പൊരിച്ചതേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ട് സബോള ഇതൊന്നും ഇട്ടിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല മുട്ട. അപ്പം നമ്മളുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ ചൂടാക്കിയൊക്കെ എടുത്തു. ചോറും കറിയൊക്കെ സെറ്റാക്കി മുട്ടയൊക്കെ പൊരിച്ചെടുത്തു. ഇനി ചോറുണ്ടിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും മൂവി ഉണ്ടോ നോക്കി മൂവി വെച്ചുകൊണ്ട് വേണം ചോറുണ്ണാൻ. വെള്ളം കൂടെ എടുത്തിട്ട് വരട്ടെ. ഓൾറെഡി ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചതുണ്ട് കേട്ടോ. നമ്മുടെ പട്ടയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അപ്പം അതെടുത്തു. അപ്പം നമുക്കിനി ചോറുണ്ടാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്തെങ്കിലും മൂവി ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മൂവി ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എല്ലാത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ തീർന്ന് കിടക്കുവാണ്. അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ പ്രൈമിൻ്റെ ഉണ്ട്. പ്രൈമിൻ്റെ നമ്മുടെ അത് ഓൾറെഡി തീർന്നായിരുന്നു. അപ്പോൾ ജിഷ്ണുവിൻ്റെ അവൻ 1 ഇയറിലേക്ക് എന്തോ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നതുകൊണ്ട് അവൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രൈം കിട്ടും. പ്രൈമിൽ ഞാൻ നോക്കിയില്ല എന്തെങ്കിലും ഉണ്ടോയെന്ന്. നോക്കിയെന്ന് തോന്നുന്നു, ഇല്ലെന്ന് തോന്നുന്നു പ്രൈമിൽ. അപ്പോൾ ബാക്കിയൊന്നും ഞാനിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണണം, അല്ലെങ്കിൽ കാണാനായിട്ട് നമുക്ക് വേണം. അല്ലാതെ ഒന്നും ഇല്ലാണ്ടിരുന്നാൽ ബോറടിച്ച് ചാവില്ലേ നമ്മളിപ്പം. ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ പ്രൈം ഓൾറെഡി ഉണ്ട്. സോ പ്രൈം കൂടാതെ ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ, എനിക്ക് തോന്നുന്നു സോണി ലീവും കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ മൂവി കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, എന്തായിരുന്നു മൂവി? സോണി ലീവിൽ ഏതോ മൂവി ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ മറന്നുപോയി. അത് കാണാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അപ്പോൾ അത് രണ്ടും കണ്ടു. മലയാളി ഫ്രം ഇന്ത്യ. എൻ്റെ കൈയാണ് ഇന്നലെ വേണ്ടു പൊള്ളി, എണ്ണ തെറിച്ചതാ. അത് എണ്ണ തെറിക്കുക വെച്ചാൽ നല്ല രീതിക്ക് ഞാൻ സവോള ഇങ്ങനെ കുറച്ച് പൊക്കിയിട്ട് ഞാൻ എന്തോ ഓർത്തിട്ടതാണ്. അപ്പം എണ്ണ ഭയങ്കരമായിട്ട് തെറിച്ചിട്ട് വന്നിട്ടോ. അപ്പം തന്നെ വലിയ ബോളൊക്കെ ആയി. എൻ്റെ ബോൾ പൊട്ടുകയും ചെയ്തു അപ്പം തന്നെ. അപ്പം അത് നല്ല നീറ്റലുണ്ട്, അറിയാണ്ട് ഇപ്പം കൈ കൊണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്ന് അറിയോ? മലയാളി ഫ്രം ഇന്ത്യ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സോണി ലീവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോണി ലീവും ഉണ്ട്, ആമസോൺ പ്രൈമും ഉണ്ട് ഇപ്പം. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സോണി ലീവ് തീർന്നിട്ടേ അടുത്തത് ഏതെങ്കിലും ഒന്നെങ്കിൽ നെറ്റ്ഫ്ലിക്സ്
മിക്കവാറും ചെയ്യാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് നമ്മളുടെ ടി വിയിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് കിട്ടത്തില്ല. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി കിടപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മൊബൈലിലായതുകൊണ്ട് നമ്മളങ്ങനെ കാണാറില്ല. അപ്പോൾ ടി വിയിൽ കിട്ടുന്നത് എനിക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട് മനോരമ മാക്സ് ചെയ്തിട്ടാലോ എന്നൊരു പ്ലാനുണ്ട്. കാരണം മനോരമ മാക്സ് എനിക്ക് തോന്നുന്നത് 1 ഇയറിലേക്ക് എന്തോ സംതിങ് കുറച്ചെന്തോ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു, മനോരമ മാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഒരെണ്ണം തീർന്നിട്ടേ ഇനി സബ്സ്ക്രൈബ് ചെയ്യും. കാരണം നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ചെയ്യും, ആമസോൺ പ്രൈം ചെയ്യും, പിന്നെന്താണ് സോണി ലീവ് ചെയ്യും, ഡിസ്നി ഹോട്ട്സ്റ്റാർ ചെയ്യും, ഇതൊക്കെ ചെയ്തിടുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പം വെറുതെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഏതെങ്കിലും ഒരു മന്ത് ഒരെണ്ണം ചെയ്യുക, നെക്സ്റ്റ് മന്ത് മറ്റേതിൽ വന്ന് കിടക്കുന്ന മൂവി നെക്സ്റ്റ് മന്ത് ചെയ്യുമ്പം കണ്ടാൽ മതി. അപ്പം അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തവണ ഒന്നും ചെയ്തിട്ടില്ല. നെറ്റ്ഫ്ലിക്സിനകത്ത് കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ആടുജീവിതമൊക്കെ കണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അത് കഴിഞ്ഞ് പിന്നെ പ്രൈം ഓൾറെഡി കിടക്കുന്നുണ്ട്, പിന്നെ സോണി ലീവ് ഉണ്ട്. ഇത് 3 തൽക്കാലം അങ്ങോട്ട് ഓടിച്ചു പോയാൽ മതി. പിന്നെ നെക്സ്റ്റ് മന്ത് എന്നല്ല, ഇത് തീരുമ്പം അടുത്ത റീചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഇനി മാറ്റി ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ മനോരമ മാക്സോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളങ്ങനെ വെറുതെ എല്ലാം ചെയ്തിട്ട് പൈസ കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് മൂവീസൊന്നും അത്ര കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും സീരീസൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഇങ്ങനെ സീരീസൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് സമയം അങ്ങോട്ട് കളയും. പിന്നെ ഇന്നിപ്പം സാറ്റർഡേ ഈവനിങ് ആണ് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഏട്ടന് നാളെ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാളെ പോകണമെന്നുണ്ടെങ്കിൽ നാളെ എന്തായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പം വൈകിട്ട് നമ്മൾ നെക്സ്റ്റ് കമ്മിങ് വീക്കിലേക്കുള്ള നമ്മുടെ തീർന്ന് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീക്ക് ഇന്ന് ഈവനിങ് ചിലപ്പം പോകുമായിരിക്കും. ചിലപ്പോൾ എന്നല്ല, നാളെ എന്തായാലും ഏട്ടന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ പോകും. കാരണം അല്ലെങ്കിൽ നമ്മൾ നോർമലി പോകുന്നത് സൺഡേ ആണ് പോവാറ്. അപ്പോൾ സൺഡേ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സൺഡേ, എനിക്ക് തോന്നുന്നു നാളെ ഉച്ചവരെ എന്തോ പോകണം തോന്നുന്നു, എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. കൺഫേം അല്ല, ഇന്നലെ വരെ പോകണം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അറിയത്തില്ല. പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ പോയി സാധനമൊക്കെ വാങ്ങി വരണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഇപ്പം ചെന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ച്, അങ്ങനെയാണ് എനിക്ക് എന്ത് സാധനം വാങ്ങണ്ടേ എന്നുള്ള നെക്സ്റ്റ് വീക്കിലേക്കുള്ള മീൽ പ്രിപ്പറേഷനും അതുപോലെ എന്തൊക്കെ സാധനമാണ് തീർന്നിരിക്കുന്നതെന്ന് നോക്കി വെക്കണമല്ലോ. അപ്പം ഇനിയിപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈ രണ്ട് ഡയറിയിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങളായിട്ടായാലും പിന്നെ നമ്മുടെ എക്സ്പെൻസിൻ്റെ ഇതായാലും ഒക്കെ കാര്യങ്ങൾ ഞാൻ ഇതിലാണ്. ഈ 2 ഡയറി പോയാൽ എൻ്റെ കംപ്ലീറ്റ് കാൽക്കുലേഷനും പോയി കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ തീർന്നു എന്നൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇതിൽ മൊബൈലിൽ നോട്ട് ചെയ്ത് വെക്കാറാണ് ശരിക്കും പതിവ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മൊബൈലിൽ നോട്ട് ചെയ്ത് ചിലപ്പോൾ മറന്നു പോകും. നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കാമല്ലോ. ഞാൻ മൊബൈലിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഇതിലാണ് എഴുതുന്നതെങ്കിൽ ഞാൻ ഇതിൽ എഴുതിയിട്ട് പോകുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോകും. അങ്ങനെ. അപ്പം എന്തായാലും നോക്കട്ടെ. ആദ്യം ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് എഴുതി കേട്ടോ. എന്ന് വെച്ചാൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ നല്ലോണം ഓർത്ത് വെച്ച് വെച്ചാൽ കിച്ചണിലെ ഐറ്റംസ് കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു പൊടിയല്ല, നമ്മുടെ ജീരകം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജ്, അങ്ങനെ ഓരോ സെക്ഷനിൽ എന്താ തീർന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് എഴുതിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആകെപ്പാടെ എന്തോ, പിന്നെ ഞാൻ ഫോണിലൂടെ നോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി ഫോണിനകത്ത് ഈ ഗ്രോസറി ലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതും വേണ്ടാത്തതും ഒന്ന് വെട്ടിക്കുറച്ചൊക്കെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി കുത്തിയും കുറിച്ചും ഒക്കെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി. അപ്പോൾ ഇത്തവണ വെജിറ്റബിൾസ് ഒന്നും വാങ്ങാനായിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം വെജിറ്റബിൾസ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന്. അപ്പം എൻ്റെ ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകാറായിട്ടോ, 3:30-3:45 ആയിട്ടുണ്ട്. അപ്പം ശരിക്കും ഞാനിന്ന് വിചാരിച്ചത് ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സാധ്യമല്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈവനിങ് വ്ളോഗ് ഞാൻ എന്തായാലും എടുക്കാം. കാരണം ഈവനിങ് വ്ളോഗ് മേ ബി ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കാനൊക്കെ പോകുന്നുണ്ടാവും. അപ്പം എന്തായാലും ഒരു വ്ളോഗ് ഞാൻ ഈവനിങ് വ്ളോഗ് എടുക്കാം.
പക്ഷെ എനിക്കത് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഒത്തിരി ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും ഇടും ഞാൻ അങ്ങനെ, നമ്മൾ ഒത്തിരി ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും ഇട്ട് ആരും കാണത്തൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഒന്നും വീഡിയോസ് ആരും കാണില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വേറൊരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പം എന്താണ്, അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗുമായിട്ട് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വീക്ക്ലി 2 വ്ളോഗ്സ് വെച്ചിട്ട് ലോങ് വീഡിയോ വെച്ചിട്ട് ഇടാം എന്നാണ്. അപ്പം അങ്ങനെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അപ്പം എന്തായാലും പുതിയൊരു വ്ളോഗുമായിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കത്തൊന്നുമില്ല. അല്ല മീൻസ് നമ്മളിങ്ങനെ പറഞ്ഞതൊന്നുമല്ല, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ബൈ, സി യു. കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാരെന്തേ നീ പോകുന്നേ.